നമ്മുടെ ലോകത്തിൻ്റെ മുഴുവൻ കാലാവസ്ഥയും സ്വാധീനിക്കുകയും ചില രാജ്യങ്ങളിൽ വൻതോതിൽ മഴയും ചില രാജ്യങ്ങളിൽ കഠിനമായ വരൾച്ചയും ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ വിളിച്ചു വരുത്തുകയും ഈവൻ 1789കളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമാവുകയും പല വർഷങ്ങളിലും ഇന്ത്യയിൽ വൻതോതിൽ പട്ടിണി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരു കാലാവസ്ഥ പ്രതിഭാസമുണ്ട്. അതിൻ്റെ പേരാണ് എൽ നിനോ. 2016 ശേഷം ഭൂമിയിൽ എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസം കാര്യമായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ 2 മുതൽ 7 വർഷം കൂടുമ്പോൾ എൽ നിനോയും അതിൻ്റെ വിപരീത പ്രതിഭാസമായിട്ടുള്ള ലാനിനോയും ഭൂമിയിൽ കാണപ്പെടുകയും അത് ലോകരാജ്യങ്ങളെയും നമ്മുടെ ജൈവവൈവിധ്യത്തെയും ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഒരു സ്ട്രക്ചറിനെയും ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പണ്ട് എൽ നിനോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് മറ്റേതോ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം 2023 പല സമയങ്ങളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രവും മറ്റും ആളുകൾക്ക് നിരന്തരം ഇൻഫർമേഷനുകളായിട്ട് നൽകിക്കൊണ്ടിരുന്നത് കൊടും വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഉണ്ടാകാൻ സാധ്യതയുള്ള എൽ നിനോ വരാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ആൾറെഡി എൽ നിനോ ലാനിന പ്രതിഭാസങ്ങൾ സംഭവിക്കാനുള്ള സമയം ഭൂമിയിൽ കഴിഞ്ഞു. അതിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായ ഉത്തരമില്ല. കാരണം എന്തുകൊണ്ട് എൽ നിനോ ലാനിന പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു എന്നും അതിൻ്റെ ഇമ്പാക്റ്റ് മുൻപുണ്ടായിരുന്ന പ്രതിഭാസങ്ങളെ പോലെ തന്നെയാണോ എന്നും മനുഷ്യർക്ക് ഇതുവരെയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ വീഡിയോ കഴിയുന്ന സമയത്ത് ഒരു വിനാശകരമായിട്ടുള്ള ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ അത് ഭൂമിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാഞ്ഞിട്ട് കേരളത്തിൽ ലഭിക്കുന്ന മൺസൂൺ മഴയുടെ അളവിലുണ്ടാകുന്ന കുറവിനെക്കുറിച്ചും കൂടുതലിനെക്കുറിച്ചും കൂടി ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഭൂമിയിൽ പ്രധാനമായിട്ടും കടലുകളുടെ മുകളിൽ വീശുന്ന കാറ്റുകളുമാണ് മഴ പെയ്യുന്നതിലും വരൾച്ചയുണ്ടാകുന്നതിലും പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കരയെ സംബന്ധിച്ച് കടലിലുണ്ടാകുന്ന താപവ്യതിയാനങ്ങളാണ് പലതരത്തിലുള്ള കാറ്റുകളും കൊടുങ്കാറ്റുകളും രൂപീകരിക്കുന്നത്. കുട്ടിക്കാലത്ത് ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം 18ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് കടലിലൂടെ വീശുന്ന കാറ്റിൻ്റെ സ്വാധീനമാണ്. നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്ന ട്രേഡ് വിൻഡുകളുണ്ട്. ഈ ട്രേഡ് വിൻഡുകൾ പ്രധാനമായിട്ടും ഭൂമി സ്വയം കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ്. ഭൂമി ഇപ്പോൾ കറങ്ങാതെ നിൽക്കുന്നൊരു ഗോളമായിരുന്നുവെങ്കിൽ ഈ ധ്രുവ പ്രദേശങ്ങളിലെ തണുപ്പും ഭൂമധ്യരേഖാ പ്രദേശത്തിൻ്റെ ചൂടും കാരണം പലപ്പോഴും ഈ ചൂടുള്ള വായു തണുത്ത പ്രദേശത്തേക്കും തണുത്ത വായു ചൂടുള്ള പ്രദേശത്തേക്കും വന്നൊരു സൈക്കിൾ നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷവും കൂടെ കറങ്ങുന്നുണ്ടെങ്കിലും കോറിയോലിസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഭൂമധ്യരേഖാ പ്രദേശത്തിൻ്റെ താഴെയും മോളും വരുന്ന ഭാഗത്തായിട്ട് ട്രേഡ് വിൻഡുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഭൂമധ്യരേഖയുടെ താഴെ ഭാഗത്തുള്ള സദേൺ ഹെമിസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ തെക്ക് ധ്രുവത്തിൽ നിന്നും അത് വടക്കോട്ട് സഞ്ചരിച്ചിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഇന്ത്യയൊക്കെ വരുന്ന അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ വരുന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോറിയോലിസ് സൈക്കിളിൽ കാറ്റ് വീശുന്നത് വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചിട്ട് പിന്നീട് വെസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വിഷ്വൽസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കടലുകളുടെ മുകളിൽ വീശുന്ന കാറ്റുകളും അത് സമുദ്രജലത്തിലുണ്ടാക്കുന്ന ജലപ്രവാഹങ്ങളുടെ എഫക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. പസഫിക് സമുദ്രത്തെ മനസ്സിൽ സങ്കല്പിക്കുക. പസഫിക് സമുദ്രത്തെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ പകുതിയും കടൽ മാത്രമാണോ എന്ന് തോന്നുന്ന ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഈ ഒരു പസഫിക് സമുദ്രത്തിൻ്റെ വലത് ഭാഗത്ത് അമേരിക്കയും കാനഡയും മെക്സിക്കോയും പെറുവും ഒക്കെ വരുന്ന ചിലിയും ഒക്കെ വരുന്ന ഒരു വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഭൂഖണ്ഡങ്ങളാണ്. ഇടത് ഭാഗത്ത് നമ്മുടെ ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ട് വരുന്ന റഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളും ചൈനയുടെ കിഴക്കൻ ഭാഗങ്ങളും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡവും വരും. അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഇന്ത്യൻ മഹാസമുദ്രവും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും കാണാൻ സാധിക്കുക. ഈ പസഫിക് സമുദ്രത്തിൽ കാറ്റിൻ്റെ സ്വാധീനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂടാണ്. പസഫിക് സമുദ്രത്തിൻ്റെ സർഫസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന വായു ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ചൂടിനൊരു പ്രത്യേക സൈക്കിളുണ്ട്. ഉദാഹരണത്തിന് മാപ്പിൽ കാണിച്ചിരിക്കുന്ന പെറു എന്ന് പറയുന്ന രാജ്യം പസഫിക് സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഈ പെറുവിൻ്റെ ഭാഗത്ത് ചൂട് കൂടിയ വെള്ളത്തെ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ തണുത്ത വെള്ളമുള്ള ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഭാഗത്തുള്ള പസഫിക് സമുദ്രത്തിലെ വെള്ളത്തെ മാറ്റി ചൂടുവെള്ളം സദേൺ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏഷ്യൻ ഭാഗത്തേക്ക് വരുന്നു. ഈ വരവിന് സഹായിക്കുന്നത് അതിൻ്റെ മുകളിലൂടെ വീശുന്ന വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകളാണ്. ഇങ്ങനെ കടലിൻ്റെ സർഫസിലുള്ള ചൂടുവെള്ളത്തിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സദേൺ അമേരിക്കയുടെയും മെക്സിക്കോയുടെയും ഭാഗത്ത് വരുന്ന ആ കടലിലുള്ള ചൂടുവെള്ളത്തിന് താഴെയുള്ള തണുത്ത വെള്ളം അപ്വെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മുകളിലേക്ക് വരുന്നു. അതായത് മുകളിലുള്ള വെള്ളത്തെ
എങ്ങോട്ട് മാറ്റുന്നു? പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാറ്റ് കൊണ്ടുപോകുന്നു. കടലിനടിയിൽ നിന്ന് പ്ലാങ്ടണുകളും ന്യൂട്രീഷ്യനുകളും നിറഞ്ഞ വെള്ളം പെറുവിൻ്റെ ഒരു കോസ്റ്റൽ ഏരിയയിലേക്ക് അപ്വെല്ല് ചെയ്ത് മുകളിലേക്ക് വരും. ഇങ്ങനെയാണ് സാധാരണ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗത്ത് കാറ്റുകളുടെ പ്രവാഹവും ജലപ്രവാഹവും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചാകര എന്ന് പറയുന്നത് ഇതുപോലൊരു പ്രതിഭാസത്തിലൂടെ രൂപപ്പെടുന്നതാണ്. അതായത് വളരെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വെള്ളം വരുന്ന ഭാഗത്തേക്ക് മത്സ്യങ്ങൾ വളരെയധികം എത്തിച്ചേരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ മത്സ്യസമ്പത്തുണ്ടാവും. പെറുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വെള്ളം ഡിസ്പ്ലേസ് ആവുകയും കടലിൻ്റെ അടിയിൽ നിന്ന് ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള വെള്ളം പെറുവിൻ്റെ കോസ്റ്റൽ ഭാഗത്ത് വരികയും ചെയ്യുമ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ അവിടെ എത്തിച്ചേരുകയും അതിലൂടെ മീൻ പിടിക്കുന്നവർക്ക് ഒരുപാട് മത്സ്യസമ്പത്ത് കൊയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതേസമയം ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഭാഗത്ത് ചൂടുവെള്ളം എത്തുന്നതോടുകൂടി അവിടെ നീരാവി ഉണ്ടാകാനുള്ള സാധ്യത കൂടി മഴയ്ക്കുള്ള മേഘങ്ങൾ ഉണ്ടാവുകയും ആ ഭാഗത്ത് മഴ ലഭിക്കുകയും ചെയ്യുന്നു. പസഫിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ചൈനയുടെ കിഴക്ക് ഭാഗത്തുമൊക്കെ തന്നെ വൻതോതിൽ മഴ പെയ്യുകയും നമ്മുടെ ഇന്ത്യയിൽ പെയ്യുന്ന മൺസൂണിനെ അത് ഒരു തരത്തിൽ സ്വാധീനിക്കാതെ സാധാരണ സൈക്കിളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം നമുക്കത് പ്രശ്നമല്ല. ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് മഴമേഘങ്ങൾ എത്തിയാണ് ഇന്ത്യയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഒരുപാട് മഴ ലഭിക്കുന്നത്. ഇതൊരു സാധാരണ സൈക്കിളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് കാലാവസ്ഥ അടിമുടി മാറുന്നത്. അപ്പോൾ ചൂടുവെള്ളം പസഫിക് സമുദ്രത്തിൽ ഈ പറയുന്ന രീതിയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വിൻഡുകളുടെ സഹായത്തോടെ, ട്രേഡ് വിൻഡുകളുടെ സഹായത്തോടെ ചലിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ കാലാവസ്ഥയ്ക്ക് ഒരു തടസ്സമുണ്ടാകുന്നു. അതായത് പെറുവിൻ്റെ ഭാഗത്ത് ചൂടുവെള്ളം തന്നെ നിലനിൽക്കും. ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഭാഗത്തേക്ക് ചൂടുവെള്ളം, വാം വാട്ടർ എത്തിച്ചേരുകയുമില്ല. ഇതിൻ്റെ റീസണുകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഗവേഷകർക്കില്ല. പക്ഷേ ഇങ്ങനെ 2 മുതൽ 7 വർഷം കൂടുമ്പോൾ പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഗവേഷകർക്കറിയാം. പല വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗവേഷകർക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ പെറുവിൻ്റെ തീരത്ത് ചൂടുവെള്ളം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മത്സ്യബന്ധനത്തിന് പ്രശ്നമുണ്ടാകും എന്ന് മാത്രമല്ല, ആ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ജെറ്റ് സ്ട്രീമുകൾ, അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ പോകുന്ന കാറ്റുകളുടെ ദിശ മാറുകയും കാനഡ, അമേരിക്ക, മെക്സിക്കോ, പെറു, ചിലി, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളിൽ കോൺസിക്യൂട്ടീവായിട്ട് ചില സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും മഴയും, മറ്റു ചില സ്ഥലങ്ങളിൽ കഠിനമായിട്ടുള്ള വേനലും അനുഭവപ്പെടും. അതേസമയം നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നാൽ ഓസ്ട്രേലിയ, ചൈന ഭാഗങ്ങളിൽ ചൂടുവെള്ളം എത്തേണ്ട സ്ഥലത്ത് വെള്ളം എത്താത്തത് കൊണ്ട് തന്നെ മഴ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. അങ്ങനെ ഓസ്ട്രേലിയ, ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തും ജപ്പാൻ്റെ ഭാഗത്തും ഒക്കെ തന്നെ വൻ വരൾച്ച ഉണ്ടാവുകയും ജലലഭ്യത കുറയുകയും കാട്ടുതീ പോലെയുള്ള വിഷയങ്ങൾ വൻതോതിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂണിൻ്റെ സമയത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ മഴമേഘങ്ങളെ പിടിച്ചു നിർത്തി സൈക്കിൾ ചെയ്യാനുള്ളൊരു എഫക്റ്റ് പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മൺസൂണിന് ഒരു കുറവുണ്ടാവാനും ഇത്തരത്തിൽ ചൂടുവെള്ളം പടിഞ്ഞാറോട്ട് ഒഴുകാത്തത് കൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പസഫിക് സമുദ്രത്തിൻ്റെ ഏരിയയിൽ നിൽക്കുന്ന രാജ്യങ്ങളെയും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയും മാത്രമല്ല ബാധിക്കുന്നത്. അതായത് ജെറ്റ് സ്ട്രീമുകളുടെ വ്യതിയാനത്തിന് കാരണമാകുന്ന എൽനിനോയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് മാത്രമല്ല, ഇത് ആഫ്രിക്കയെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കടലുകളെയും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ. അതിന് കാരണമാകുന്നത് പസഫിക് സമുദ്രത്തിലെ ചൂടുവെള്ളത്തെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറ്റുന്ന ട്രേഡ് വിൻഡുകളുടെ സ്വാധീനക്കുറവ് ആണ് എന്ന് കാണുമ്പോൾ ഒരു കാറ്റ് വിചാരിച്ചാൽ ലോകം മുഴുവൻ ഇത്തരത്തിൽ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും വെള്ളപ്പൊക്കവും കാട്ടുതീയും വരൾച്ചയും ഒക്കെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകാം. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന, അതായത് എൻസോയിൽ നമ്മൾ എൽനിനോ പറഞ്ഞു, അതിൻ്റെ കൂടെ വരുന്ന ഓപ്പോസിറ്റ് പ്രതിഭാസമാണ് ലാനിന. എൽനിനോ എന്ന് പറയുന്ന വാക്കിന് സ്പാനിഷിലുള്ള അർത്ഥം ചെറിയ ആൺകുട്ടി എന്നുള്ളതാണെങ്കിൽ ലാനിനോ എന്ന് പറയുന്ന വാക്കിന് സ്പാനിഷിലുള്ള അർത്ഥം ചെറിയ പെൺകുട്ടി എന്നാണ്. അതിപ്പോൾ പെറുവിൻ്റെ തീരത്ത് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ടാണ് അവിടുത്തെ മീൻ പിടിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കുന്നതും പിന്നീട് ലോകം ഈ ഒരു പാറ്റേണിനെ മനസ്സിലാക്കുന്നതും. ഈ പാറ്റേൺ പണ്ടേ ഉണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നത് കൃത്യമായ രീതിയിൽ ലോകങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുകയും അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനും തുടങ്ങിയപ്പോഴാണ്. ലാനിന എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ട്രേഡ് വിൻഡുകളുടെ സ്വാധീന കുറവാണ് എൽനിനോ എങ്കിൽ ലാനിന വരുന്ന സമയത്ത് ഈ വാം വാട്ടറിനെ വളരെയധികം ശക്തമായിട്ട് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകൾ ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും ഭാഗത്ത് വരുന്ന, ജപ്പാൻ്റെയും ഭാഗത്ത് വരുന്ന പസഫിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറേക്ക് അടിച്ചു നീക്കുന്നു. ഇങ്ങനെ അടിച്ചു നീക്കുന്ന സമയത്ത് പെറുവിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള അപ്വെല്ലിംഗ് ഉണ്ടാകും. കാരണം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചൂടുവെള്ളം ഡിസ്പ്ലേസ് ആകുമ്പോൾ ഒരുപാട് തണുത്ത വെള്ളത്തിൻ്റെ ആവശ്യം വരികയും കടലിൻ്റെ അടിയിൽ നിന്നും വലിയ തോതിൽ പ്ലാങ്ടണുകൾ മുകളിലേക്ക് വരികയും ചെയ്യും.
ഇത് പെറുവിൻ്റെ ഭാഗത്ത് വലിയ തോതിൽ ചാകരയ്ക്ക് കാരണമാവുകയും ഒരുപാട് മത്സ്യങ്ങളെ കിട്ടുകയും ചെയ്യുമെങ്കിലും ഇതിൻ്റെ മുകളിലൂടെ പോകുന്ന അപ്പർ അറ്റ്മോസ്ഫിയറിൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്ന പ്രത്യേക കാറ്റുകൾ കുറച്ചുകൂടി നോർത്ത് അമേരിക്കയുടെ അടുത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസത്തിൽ നിന്ന് വീണ്ടും വ്യത്യാസം ഉണ്ടാവുകയാണ്. അപ്പോഴും മഴയ്ക്കും വേനലിനും മഞ്ഞ് വീഴ്ചയ്ക്കും ഒക്കെ തന്നെ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ രൂപപ്പെടാം. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ലാനിന നല്ലതാണ്. കാരണം ശക്തമായ രീതിയിൽ ചൂടുവെള്ളം ഓസ്ട്രേലിയ, മലേഷ്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, അതുപോലെ തന്നെ കിഴക്കൻ ചൈന പ്രദേശങ്ങളിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മൺസൂൺ വരികയാണെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ മൺസൂണിന് കാരണമായിട്ടുള്ള മഴമേഘങ്ങളെ ഇന്ത്യയിൽ പിടിച്ചു നിർത്താൻ ഈ ലാനിനയുടെ ഫലമായിട്ടുണ്ടാകുന്ന ശക്തമായ കാറ്റിനും വാം വാട്ടർ ചൂടുവെള്ളത്തിനും സാധിക്കുകയും അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അധികമായി മഴ കിട്ടുകയും ഒരു പർട്ടിക്കുലർ രീതിയിൽ അധികമായി മഴ കിട്ടിയാൽ നമ്മുടെ കാർഷിക ഉൽപ്പാദനത്തെ അത് സ്വാധീനിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അത് വെള്ളപ്പൊക്കമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എൽനിനയും ലാനിനയും നമ്മുടെ സാധാരണമായിട്ടുള്ള അന്തരീക്ഷാവസ്ഥയെ മാറ്റുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യൂറോപ്പ്, അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഇന്ത്യ, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ എല്ലായിടത്തുമുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന ഒരു സ്വാധീനം എൽനിനോ ലാനിന പ്രതിഭാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യം ഇതാണ്, ഇനി അടുത്ത എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ എന്നാണ് ഉണ്ടാവുക? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 2016 അവസാനം ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു എൻസോ പ്രതിഭാസം ഉണ്ടാകുന്നത്. എൽനിനോ സാധാരണ മാസങ്ങളോളം നിലനിൽക്കുമ്പോൾ ലാനിന 3 വർഷത്തോളം വരെ നിലനിൽക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ പാറ്റേണുകൾ പഠിച്ചാലേ എപ്പോൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 2 മുതൽ 7 വർഷം വരെ എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന്. നമുക്കറിയില്ല മുമ്പുണ്ടായ എൽനിനോ ലാനിന പ്രതിഭാസം തന്നെയാണോ ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന്. പക്ഷേ അത് കടന്നു പോകുമ്പോൾ ഈ പറയുന്ന കാറ്റുകളിലും കാറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജലപ്രവാഹങ്ങളിലും വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2021-2024 കാലഘട്ടത്തിൽ എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ ഏതെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. എന്നാൽ ഇത് തടയാൻ പറ്റൂ? കാരണം പറഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പറയുന്ന വാണിജ്യവാദങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. അതിൻ്റെ ഫലമായിട്ട് ചൂടുവെള്ളവും തണുത്ത വെള്ളവും പസഫിക് സമുദ്രത്തിൽ ഡിസ്പ്ലേസ് ആകുന്നതിനെ തടയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ഇതിനെ കൃത്യമായി പഠിച്ചിട്ട് ഇതിൻ്റെ ഇൻപുട്ടുകൾ മനസ്സിലാക്കി പ്രഡിക്റ്റ് ചെയ്യുകയും അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കാട്ടുതീ പോലെയുള്ളവ തടയാനുള്ള മെക്കാനിസങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ മനുഷ്യൻ പട്ടിണിയിലേക്ക് പോകുന്നത് തടയാനും ആവാസ വ്യവസ്ഥയെ ശക്തമായി നിലനിർത്താനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. കൊടുങ്കാറ്റുണ്ടാവുകയും വേനൽക്കാലവും വരൾച്ചയും മഞ്ഞ് വീഴ്ചയും ശക്തമായ മഴയും ഉണ്ടാകുന്നതൊന്നും തടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വ്യതിയാനം മൂലം എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എൽനിനോയും ലാനിനയൊക്കെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചും മറ്റുമൊക്കെ പഠിച്ചു വെച്ചാലും അന്തരീക്ഷത്തിലെ ചൂടിന് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ വരുമ്പോൾ ഭൂമിയുടെ ശരാശരി താപനില കൂടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രഡിക്ഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ കയ്യിലും ചെറിയ രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കിത് എന്തുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് നമ്മുടെ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘടകമാണ് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.